എൻ്റെ നാടകത്തിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ജയപ്രകാശ് കുളൂർ, ടി കെ രാജീവ് കുമാർ സാർ സംവിധാനം ചെയ്ത വക്കാലത്ത് നാരായണൻകുട്ടി എന്ന സിനിമയുടെ രചയിതാവാണ് ഇദ്ദേഹം. കേരളത്തിലെ ഏതൊരു നാടക കലാകാരനോടും കുളൂർ സാറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 1000 നാവാണ് എല്ലാവർക്കും. അങ്ങനെയുള്ള കുളൂർ സാറിൻ്റെ ശിക്ഷണത്തിൽ എൻ്റെ ചെറുപ്പകാലങ്ങളിലൂടെ നാടകത്തിലൂടെയും അതിനുള്ള വൺമാൻ ഷോയും അതുപോലുള്ള എന്താ പറയുക നമ്മുടെ സ്റ്റേജ് നാടകങ്ങൾ എല്ലാത്തിൻ്റെയും സാറിൻ്റെ ശിക്ഷണത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ അഭിനയത്തിൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു ഗുരു എന്നാണല്ലോ എന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സന്തോഷമുള്ള കാര്യം തന്നെ. ഇനി ഈ സ്കൂളിലാണല്ലോ പഠിച്ചത്? ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. വർഷം മുമ്പേ. അതെ അതെ. ഈ ഗേറ്റും പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ റിഹേഴ്സ് ചെയ്തത്. ഇതിന്റെ അകത്ത് എന്റെ ആഫീസ് പണി കഴിയുന്നതിനും കാത്തു നിന്നുകൊണ്ട് സ്കൂളൊക്കെ വിട്ടിട്ട് നീ റിഹേഴ്സൽ നടത്തും. ഇതിന്റെ പിന്നിലുള്ള ടാഗോർ സെന്റിനറി ഹാളില് കളിയുണ്ടാവും, പ്രസന്റ് ചെയ്യും അല്ലേ? എത്ര വർഷം. അതായത് എനിക്ക് തോന്നുന്നു സ്കൂൾ ഈ LKG അങ്ങനെയൊക്കെയുള്ള മുതൽ ഏതാണ്ട് കോളേജിൽ ഏറ്റവും നല്ല മോൺ ആക്ട് മിമിക്രിക്കാരനാകുന്നത് വരെ. മിമിക്രി അധികം വേണ്ട എന്ന് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു മറ്റൊരാൾ ഉള്ള നിലയ്ക്ക് വേറൊരാളുണ്ടെങ്കിൽ മാത്രമേ നിന്റെ ഒരു ക്വാളിറ്റി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ഈ മിമിക്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് എതിരായിട്ടാണോ ഏതായാലും നിനക്കത് വേണ്ടെന്ന് ഞാൻ എന്നും ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ അല്ലേ? നീ അതുകൊണ്ട് തന്നെ എനിക്ക് അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അഭിനയത്തിൻ്റെ കാര്യത്തിൽ. കാരണം നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ വേറൊരാളുടെ ഒരു ലാഞ്ചന പോലും വരാറില്ല സാധാരണ. ഇല്ല, അത് പറയുമ്പോഴേ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ സുധീഷിന്റെ ആക്ടിങ് കാണുമ്പോൾ ഈ വ്യക്തിക്ക് ഇനിയും എത്രയോ വലിയ കാര്യങ്ങൾ ആക്ടിങ്ങിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം മറ്റു രീതിയിൽ നീ പ്രൂവ് ചെയ്തുകൊണ്ടും കുഞ്ഞുനാളിലെ ആ മൊട്ട് മുതൽ കണ്ടു തുടങ്ങിയതുകൊണ്ടും ഇനിയും വിരിയാനുണ്ടെന്ന് തീർത്തും എനിക്ക് പറയാൻ പറ്റും. ആ ഒരു ഗുരുത്വം ആണ്. പിന്നെ അതാണ് അത് ആകെയുള്ളത്. അത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമാണ്. എപ്പോഴും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം ഓടിച്ചല്ല സാറിന്റെ വീട്ടിലേക്കാണ്. ഒരുപാട് സംശയങ്ങൾ അയാൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അയാൾക്ക് ഒരു ഉത്തരവും പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. ഉത്തരം മറഞ്ഞു എന്ന് ഞാൻ അറിയുന്നത് അയാളുടെ പെർഫോമൻസ് കാണുമ്പോഴാണ്. കോഴിക്കോടുള്ള ഏതൊരു കലാ സാംസ്കാരിക പരിപാടിയിലും പോൾ മാഷ് ഇല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല. ശ്രീ പോൾ കല്ലാനോട് എല്ലാവരും അറിയപ്പെടുന്നത് ഒരു ചിത്രകാരനായിട്ടാണ് എങ്കിലും പ്രാസംഗികനും അധ്യാപകനും അതുപോലെ കലയെ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും എല്ലാമുള്ള ഒരു മാഷാണ് പോൾ മാഷ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്തും, പക്ഷെ അതോടൊപ്പം തന്നെ ഈ കലയെ സംബന്ധിച്ചിടത്തോളം പ്രായവ്യത്യാസം ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെയും കൂടെ സുഹൃത്തെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മാഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സത്യം പറയാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ചെറുപ്പം മുതൽക്കേ. അപ്പം പിന്നെ പക്ഷെ എനിക്ക് ഈ സത്യം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സത്യസന്ധത എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എനിക്കൊരു കുറച്ച് വരികൾ തന്നെ ഇവിടെ ഓർമ്മ വരും. കാരണം ഈ സത്യസന്ധത എന്നുള്ള ഒരു കോമ്പോസിഷൻ, ഒരു പ്രസംഗം അത് സ്കൂളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു മത്സരത്തിന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഓടി വന്ന് മാഷെടുത്തേക്കാണ് അത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രസംഗങ്ങൾ കുറിച്ച് എഴുതി തരാൻ ഞാൻ പ്രാപ്തനാണെന്ന് അറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്നതിൽ മോശമാക്കില്ല. ഇല്ല എൻ്റെ വാക്കുകൾ എനിക്ക് ഓർമ്മ വരുന്നില്ലെങ്കിലും പക്ഷെ എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരിക അതാണ്. അച്ഛൻ തുടക്കം മുതലേ ഇത്തരം മത്സരങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സുധീഷിനെ എപ്പോഴും കൈപിടിച്ച് കൊണ്ടുവരായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഈ സുധീഷിനെയും കൊണ്ട് അച്ഛൻ ഇങ്ങനെ സിനിമയ്ക്ക് പോകും. അപ്പോൾ ഒരിക്കൽ സിനിമയ്ക്ക് പോയ കഥ അച്ഛൻ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു. അപ്പോൾ ക്രൗൺ തിയേറ്ററിൽ ഇംഗ്ലീഷ് ഫിലിമാണ്. ഫിലിം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ചുംബന രംഗമുണ്ട്. അപ്പോൾ ആ ചുംബന രംഗം മകൻ കാണാതിരിക്കാൻ വേണ്ടി അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് എന്തോ പറയാനുണ്ട് എന്നുള്ള മട്ടില് മോനെ നോക്ക്, നമ്മൾ നാളെ ആ കാര്യം ഈ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഹോംവർക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോ അച്ഛാ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, അച്ഛനെ മാറ്റി നിർത്തിയിട്ട് ഇതൊന്ന് കഴിഞ്ഞോട്ടെ. അപ്പൊ ഈ ചുംബനരംഗം ഒന്ന് കണ്ടിട്ടാവാം പിന്നെ ബാക്കി. അത്ര ചെറുപ്പത്തിലെ ഇന്നസെന്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള അനുഭവങ്ങളടക്കം അച്ഛനങ്ങനെ പറയാറുണ്ട്.